ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കുന്നത് അവന്റെ മരണമാണ്. അതാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒന്നാം മരണം എന്ന് പറയുന്നത്. നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ഒന്നാം മരണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മനസ്സിലാക്കിയതാണ് നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ പാപം നിറഞ്ഞ നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കുന്നതാണ് അവന്റെ ഒന്നാം മരണം. അങ്ങനെ മരിച്ചവൻ അതിന്റെ 8-ാം വാക്യം പഠിപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത്. അല്ലാതെ എല്ലാവരും അല്ല ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത്. ആരൊക്കെയാണോ ക്രിസ്തുവിൽ മരിച്ചത് അവരാണ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത്. നമ്മള് പാപം ഉള്ള പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കണം. അപ്പോഴാണ് ഒരു വ്യക്തിയുടെ പാപം മോചിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലാതെ നമ്മൾ കുമ്പസാരിച്ചതുകൊണ്ടോ നമ്മൾ പരസ്പരം പാപം ഏറ്റുപറഞ്ഞത് കൊണ്ടോ നമ്മുടെ പാപം മോചിക്കുന്നില്ല. ഈ പാപം പരസ്പരം പറയാൻ പറഞ്ഞിരിക്കുന്നത് തന്നെ ക്രിസ്തുവിൽ ഒന്നായി തീർന്നവരോടാണ്. അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇപ്പൊ നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെ ക്രിസ്തുവിൽ ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നതാണ് അവന്റെ ഒന്നാം മരണം. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവര് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് നമുക്ക് വചനത്തില് പഠിക്കാം. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഈ ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചു, ആ വ്യക്തി ക്രിസ്തുവിൽ മരിച്ചു. അവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചത് പാപസംബന്ധമായാണ്. അതാണ് അതിന്റെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നമ്മള് ക്രിസ്തു യേശുവിൽ മരിച്ചവരാണ് എന്ന് വെച്ചാൽ യേശുവിലൂടെ നമുക്ക് ക്രിസ്തുവിനെ ലഭിച്ചു. നമ്മൾ ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു. അങ്ങനെ പാപസംബന്ധമായിട്ട് നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കുന്നു. അങ്ങനെ ക്രൂശിക്കുന്ന ഒരു വ്യക്തിയുടെ മരണമാണ്. അങ്ങനെ മരിക്കുന്നവൻ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. പിന്നെ പാപസംബന്ധമായി മരിച്ചുവെങ്കിൽ നമ്മള് പാപസംബന്ധമായി മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങൾ ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ ക്രിസ്തുവിനോടുകൂടെ പാപസംബന്ധമായിട്ട് നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു. ഇനി നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നാം ഇപ്പോൾ നമ്മൾ പിതാവിനോടൊപ്പം പിതാവിൽ ആയി തീർന്നു. നമ്മൾ പിതാവിന്റെ പുത്രനായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ പുത്രനായി തീർന്ന ഒരു വ്യക്തി പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പിതാവിനെ പിതാവ് നമ്മളെ പുത്രനായിട്ട് സ്വീകരിച്ചു. ഈ നമ്മുടെ പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്തുവിൽ മരിച്ച ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വം. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവരെയാണ് ദൈവം ലോകത്തിലേക്ക് തന്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് അയച്ചിരിക്കുന്നത് എന്നാണ് ഈ വചനത്തിലൂടെ നാം പഠിക്കേണ്ടത്. അല്ലാതെ ലോകത്തിലുള്ള എല്ലാവരും പോയി സുവിശേഷിക്കണം എന്നല്ല വചനം പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരെയാണ് ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ പുത്രനായി തീരണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ മരിച്ച് പാപസംബന്ധമായി നമ്മൾ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവരെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിതാവിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ മരിച്ച ഓരോ വ്യക്തിയും ദൈവത്തിന്റെ പുത്രന്മാരായി തീരുന്നു. അങ്ങനെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ലോകത്തില് പിതാവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പൊ യേശുവിനെ മാത്രമല്ല ഈ ലോകത്തിലേക്ക് അയച്ചത്. അങ്ങനെയാണ് യേശുവിനെ അയച്ചത്. നമ്മളെയും അതുപോലെ ആരൊക്കെ ക്രിസ്തുവിൽ മരിക്കുന്നുവോ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നുവോ അവരെ എല്ലാവരെയും ഈ ലോകത്തിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരെ ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അതാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പൊ
ദൈവം നമ്മളെ ഓരോരുത്തരെയും ആരൊക്കെയാണോ എല്ലാവരും അയച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നുവോ അവരെ എല്ലാവരെയും ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം അവരെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അതാണ് നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ദൈവം മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അവനെ അധിപനാക്കി. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ക്രിസ്തുവിൽ മരിച്ച് പുത്രനായി തീർന്ന ഓരോ വ്യക്തിയെയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. എല്ലാവരും അയച്ചിട്ടില്ല, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഈ ക്രിസ്തുവിൽ മരിച്ചവർക്ക് ദൈവം കുറെ ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത അല്പം കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം. ഇനി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ആദ്യം വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിലാക്കി അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന ഈ കാലം കഴിഞ്ഞ് ഈ കാലം ഏതാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാമെന്ന് നമ്മളന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഈ കാലം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ച് നാം ക്രിസ്തുവിൽ മരിക്കുന്നതാണ് ഈ കാലം. അപ്പൊ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നവർക്കാണ് ദൈവം തന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിൽ എഴുതി ദൈവം തന്നെ അവന് നൽകുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജെറമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനമാണ്. ആ പ്രവചനം നിറവേറുന്നത് യേശുവിലൂടെയാണ്. ആ പ്രവചനം നിറവേറി ഇനി നമ്മൾ ഓരോരുത്തരിലും ആ പ്രവചനം നിറവേറേണ്ടതാണ്. യേശുവിൽ പ്രവചനം നിറവേറി നാം ഓരോരുത്തരിലും ആ പ്രവചനം നിറവേറേണ്ടതാണ് എന്നാണ് ഈ വചനം പഠിക്കുമ്പോൾ നാം ഗ്രഹിക്കേണ്ടത്. ആ ജെറമ്യാ പ്രവചന പുസ്തകം 31-ാം അധ്യായം 33-34 വാക്യത്തിലൂടെയാണ് ഈ പ്രവചനം ജെറമ്യാ പറഞ്ഞിരിക്കുന്നത്. ആ പ്രവചനം എങ്ങനെയാണ്? എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനമായിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല. അപ്പൊ ഇവിടെ എത്ര മനോഹരമായ ഒരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ ന്യായപ്രമാണം നമുക്ക് നൽകുന്നു. പിന്നെ ദൈവം നമ്മുടെ പാപങ്ങളൊന്നും ദൈവം ഓർത്തിരിക്കുന്നില്ല, അത് ആഴിയുടെ അഗാധങ്ങളിലേക്ക് എറിഞ്ഞു കളയുമെന്നാണ് പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, നാം ക്രിസ്തുവിൽ മരിച്ച് പാപസംബന്ധമായിട്ട് ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം പിന്നെ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളൊന്നും ഓർത്തിരിക്കുന്നില്ല. ദൈവം അങ്ങനെ മരിച്ച ഓരോ വ്യക്തിക്കും, ആരൊക്കെയാണോ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത്, അവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതി നൽകുന്നു. അവരെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ നടക്കേണ്ടതെന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. വീണ്ടും നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, നമ്മള് ഇങ്ങനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഒന്നും ഭയക്കേണ്ടതില്ല. കാരണം നമ്മുടെ ജീവൻ പിന്നീട് ദൈവത്തിന്റെ കയ്യിലാണ്. കാരണം നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു കഴിയുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവൻ ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ വശങ്ങളിൽ 1000-ങ്ങളും നിന്റെ വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണാക്കാം, എങ്കിലും നിനക്കൊരു അനർത്ഥവും ഉണ്ടാവുകയില്ല. കാരണം അങ്ങനെ അനർത്ഥം ഉണ്ടാകാതിരിക്കുവാനുള്ള കാരണം നമ്മുടെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ ആരൊക്കെ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നുവോ ആ സമയം തന്നെ ദൈവം നമ്മുടെ ജീവൻ നമ്മളിൽ നിന്നെടുത്ത് ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാക്കി വെക്കുന്നു. നമ്മള് പിന്നീട് നമ്മുടെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് യേശു സുവിശേഷിച്ചപ്പോൾ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ യേശു ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരുടെ മുമ്പേ നടക്കുന്നു,
എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അവരെ അവരെ എനിക്ക് തന്ന പിതാവ് എല്ലാവരിലും വലിയവരാകുന്നു. ആ പിതാവിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത്. പിതാവിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം ക്രിസ്തുവിൽ മരിച്ച ഓരോ വ്യക്തിയുടെയും ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ക്രിസ്തു ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആരൊക്കെയാണോ ഈ ജ്ഞാനത്തിന് മരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിൽ ആരൊക്കെ ക്രൂശിക്കുന്നുവോ അവരുടെ എല്ലാം ജീവൻ പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ ഈ ഭൂമിയിൽ 100% സുരക്ഷിതരാണെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എത്രയോ മനോഹരമായ വാഗ്ദാനമാണ്. ഈ കൂരിരുൾ നിറഞ്ഞ ഈ താഴ്വരയിൽ കൂടി നടന്നാലും, ഈ അപകടം നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിച്ചാലും നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ്. അത് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല എന്നാണ് വചനം അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, നമ്മൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. പക്ഷെ അത് വചനത്തിലുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ആരൊക്കെയാണോ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ച് മരിക്കുന്നത്, അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലെ ദൈവം അവനെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, അവനെ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇതാണ് യേശു പഠിപ്പിച്ചത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിൽ ഇരിക്കുന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. കാരണം ആരൊക്കെയാണോ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് അവരെല്ലാവരും സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഇനി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരിക്കുകയാണ്, അവൻ സുവിശേഷിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒന്നാണ് അവൻ സുവിശേഷിക്കുന്നത്. ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ വളരെയേറെ മർമ്മങ്ങൾ നിറഞ്ഞതാണ് ഈ വചനം. ഇതെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണം. ദൈവം നമ്മുടെ ആന്തരിക നേത്രത്തെ തുറന്നാൽ മാത്രമേ ഈ വചനത്തിന്റെ എല്ലാം അർത്ഥം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരുവിധ ശിക്ഷാവിധിയുമില്ല. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റിയ ഒരു വ്യക്തിക്ക് പിന്നെ യാതൊരു ശിക്ഷാവിധിയും ഇല്ലെന്നാണ് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, അങ്ങനെ നമ്മള് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അതങ്ങനെ വെറും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് കുറെ പ്രോസസ് ഉണ്ട്. അതെല്ലാം നമുക്കിപ്പോ അടുത്ത തുടർന്നുള്ള വീഡിയോകളിൽ മനസ്സിലാക്കാം. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒറ്റയടിക്ക് ക്രിസ്തുവിൽ മരിച്ചു ഉയർത്തെഴുന്നേൽക്കാനൊന്നും കഴിയുകയില്ല. അതിന് 6-7 രീതിയിലുള്ള മരണം നമ്മൾ പ്രാപിക്കണം. അങ്ങനെ ക്രിസ്തുവിൽ 7 തരം മരണമുണ്ട്. ആ മരണം കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുള്ളൂ. അതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ മനസ്സിലാക്കാം. ഇവിടെ നാം ഗ്രഹിക്കേണ്ടത്, ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം അവന് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു വ്യക്തിയുടെ മരണമാണ്. അപ്പൊ ദൈവം അവന് കുറെ സമ്മാനങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നവനെ ദൈവത്തിന്റെ സുവിശേഷകനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ അധികാരപ്പെടുത്തുന്നു. അതാണ് ആദ്യത്തെ കാര്യം. നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അല്ലെങ്കിൽ നാം തന്നെ മനസ്സിലാക്കേണ്ടത്, നാം പാപത്തിൽ മരിച്ച് ദൈവത്തിനെ ജീവിക്കുന്നവരാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഓരോ വ്യക്തിയെയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നിയമിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരുവൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചാൽ അവന്റെ പാപശരീരം പോയി അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ അല്പം മുമ്പ് പഠിച്ചതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പഠിച്ചതാണ്. അതിനെ ക്രിസ്തുവിനോടുകൂടി മരിച്ച് അവന്റെ പാപശരീരം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ച് അങ്ങനെ അവന്റെ പാപശരീരം അവിടുന്ന് പോകുന്നു. അങ്ങനെ ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞാൽ
ദൈവം അവനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. വീണ്ടും മൂന്നാമതായി ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിൽ എഴുതി കൊടുക്കുന്നു. അല്ലാതെ ചുമ്മാ അങ്ങനെ ദൈവത്തിന്റെ ന്യായപ്രമാണം കൊടുക്കുകയല്ല, ദൈവം തന്നെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിൽ എഴുതി അവന്റെ മനസ്സിലാക്കി കൊടുക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതി നൽകുന്നു. വീണ്ടും നാലാമത്, ദൈവം നമ്മുടെ പാപങ്ങൾ പിന്നെ ഓർക്കുന്നില്ല. ദൈവം നമ്മുടെ പാപങ്ങൾ ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നാലാമതായി ദൈവം അവന്റെ പാപങ്ങൾ പിന്നെ ഓർക്കുന്നില്ല. നമ്മുടെ ജീവൻ പിന്നെ ക്രിസ്തുവിനോട് നമ്മുടെ ജീവൻ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവൻ, നമ്മൾ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ്. പിന്നെ അപ്പൊ ഈ ഭൂമിയിൽ പിന്നെ നമ്മൾ യാതൊന്നും ഭയപ്പെടേണ്ടതില്ലെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും ദൈവം നമുക്ക് തരുന്നത് നമ്മളെ ക്രിസ്തുവിനോടുകൂടെ എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ക്രിസ്തുവിൽ മരിച്ച ഓരോ വ്യക്തിയെയും ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. വീണ്ടും പിതാവ് സകലവും പുത്രന്റെ കയ്യിലാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളറിയാം, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ പുത്രനായി തീർന്നു. ആ പുത്രനെയാണ് ദൈവം സകല കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-35 വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതി നൽകുന്നു. അപ്പൊ അതാണ് സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും സകലവും അവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ആത്മീയമായ എല്ലാ കാര്യങ്ങളും ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവരാജ്യ രഹസ്യങ്ങളെല്ലാം ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എത്രയോ മനോഹരമായ വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം ഇത്രമാത്രം വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം നാം നേടിയെടുക്കുവാൻ നാം ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ പുത്രനായി തീരണമെന്നാണ് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിൽ മരിച്ച് നമുക്ക് ഉയർത്തെഴുന്നേറ്റ് ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദാനങ്ങളിലെല്ലാം പങ്കാളികളായി തീരാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ സത്യസുവിശേഷം, നമുക്കറിയാം ഈ സത്യസുവിശേഷം ഒന്നും എല്ലാവർക്കും ഈ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്നില്ല. എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ഈ സത്യസുവിശേഷം മറ്റുള്ളവർക്കും പങ്കിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അനേകരെ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തോടൊപ്പം ആയിത്തീരുവാൻ സഹായിക്കാം. നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സുവിശേഷ വേല ഈ സത്യസുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നാണ്. നമ്മുടെ സ്വർഗീയ പിതാവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സത്യസുവിശേഷം അറിഞ്ഞ നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മളെയാണ് ദൈവം അതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ആ ഒരു വാഗ്ദാനം സ്വീകരിച്ച് മറ്റുള്ളവരെയും ക്രിസ്തുവാക്കി തീർക്കുവാൻ പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ആ സത്യസുവിശേഷം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.